ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. ഒരു ഈസി കാർഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ കൈകൊണ്ട് സമ്മാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമല്ലേ. എത്ര വില കൊടുത്ത് സമ്മാനങ്ങൾ വാങ്ങുന്നതിനേക്കാളും ഒരു പടി മുന്നിലായിരിക്കും അത്. അപ്പോൾ ഈ കാർഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് സാധാരണ A4 ഷീറ്റ് കളർ പേപ്പേഴ്സാണ്. ഞാൻ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ മടക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ കിട്ടും. ഇനി ഞാൻ പറയുന്നില്ല, നമ്മൾ മടക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ മടക്കിയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പേപ്പറിൽ ഹാർട്ട് ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമ്മൾ ഇതുമ വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഷേപ്പിൽ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ മടക്കിയതിൻ്റെ ഏറ്റവും അടിഭാഗത്തുനിന്ന് മുതൽ നമ്മൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഏകദേശം ഒരു ഹാഫ് എന്നാണ് നമ്മൾ ഈ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഹാർട്ട് ഷേപ്പിലാണ്, പക്ഷേ തുറക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ പോലെയായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു 3 എണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണമാണെങ്കിലും മതി കേട്ടോ. ഞാൻ 3 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒന്ന് കവർ ചെയ്യാനായിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ റെഡ് കളറിലുള്ള കാർഡിനേക്കാളും കുറച്ചും കൂടി വലിപ്പം കൂടിയതാണ് കേട്ടോ. കണ്ടില്ലേ, കുറച്ച് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ചേർത്ത് ഒട്ടിക്കാം. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത പണി നമുക്കിതൊന്ന് ഭംഗിയാക്കി എടുക്കലാണ്. അപ്പോൾ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച്, നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനെങ്ങനെ ചെയ്തതെന്ന് കാണിച്ചു തരാം. നമുക്കിതുപോലത്തെ ഫോം ഫ്ലവേഴ്സ് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. അധികം പ്രൈസൊന്നുമില്ല. 12 എണ്ണമുള്ള ഒരു കെട്ടിന് 10 രൂപയേ ഉള്ളൂ. ഞാൻ വാങ്ങിയതാണ് ഇപ്പോൾ. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കടലാസ് കൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കാം. അതേപോലെ ഫ്ലവർ ഉണ്ടാക്കിയിട്ടായാലും നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫോം ഷീറ്റിൽ തന്നെ, ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ തന്നെ ഇതേപോലെ ലെറ്റേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അതൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ സ്റ്റോൺ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നോക്കിയതാണ് ഭംഗിയുണ്ടോയെന്ന് അറിയാനായിട്ട്. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഭംഗിയുള്ള പോലെ തോന്നി. അപ്പോൾ അതും കൂടി ഞാൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ സാറ്റിൻ റിബൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമുക്കൊരു ബോ പോലെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടിയും ഒരു ഭംഗി ഉണ്ടായിരിക്കും. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാർഡ് മേക്കിംഗ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതാനുള്ളതോ നമുക്ക് ഫോട്ടോ ഒട്ടിക്കാനോ എന്താ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം. ഇത് തുറക്കുമ്പോൾ ഇതിനുള്ളിൽ ഒരുപാട് സ്പേസ്, നമുക്ക് ഫോട്ടോസ് ഒട്ടിക്കാം, നമുക്ക് വിഷ് ചെയ്യാം,
നല്ല ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് വേർഡ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എഴുതാം. അപ്പം ഞാനിതിൻ്റെ ഉള്ളിൽ ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ, ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കാണ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പം എങ്ങനെയാണ് ഇപ്രാവശ്യം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ? തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്കും നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാതിരിക്കില്ല, ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ കുറച്ചും കൂടി വാലന്റൈൻസ് ഡേ ക്രാഫ്റ്റുകൾ ചെയ്യാനിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ, മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞി ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.